ഹേ ഗൈസ്, വിഷു ഒക്കെ കഴിഞ്ഞു. പക്ഷെ ആ വൈബ് ഇപ്പോഴും പോയിട്ടില്ല. അപ്പൊ താമസിച്ചാണെങ്കിലും എന്റെ ഒരു കൊച്ചു വിശേഷം ഇതാ. വിഷുവിന് തലേന്ന് ഞാൻ ഒരു ഹെയർ കട്ട് അങ്ങ് ചെയ്തു, അങ്ങ് സെറ്റായി. പിന്നെ ഒരു ക്ലയന്റിന് വേണ്ടി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വർക്കൊക്കെ കഴിഞ്ഞ് പേയ്മെന്റ് എല്ലാം കിട്ടിയ ശേഷം ആശ്വാസമായി. പിറ്റേന്ന് വിഷു. അമ്മ ഗിഫ്റ്റ് തന്ന ഈ പുത്തൻ ഷർട്ടും ഇട്ട് ഞാൻ അങ്ങ് ഫുള്ള് പവറിലായി. വീട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്റെ ചേച്ചി റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പുറത്തെ വിഷു കണിയൊക്കെ കണ്ട് ഞാൻ തൊഴുതു. പിന്നെ ഫോട്ടോ എടുക്കൽ തന്നെയാണ് മെയിൻ പരിപാടി. അതിനിടയിൽ അയൽക്കാർ വന്ന് നമ്മുടെ പഴയ ഫോട്ടോ ഒക്കെ കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ചു കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി തറവാട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ പെർളയിലെ ഒരു വാച്ച് ഷോപ്പിലേക്ക് കയറി. ഒരു ചെറിയ വർക്ക് തീർത്താൻ നിർത്തിയതാ. അപ്പോതാ വരുന്നു ലോഹിത്. അപ്രതീക്ഷിതമായി അവനെ കണ്ടപ്പോൾ ശരിക്കും സസ്പെൻസ് ആയി പോയി. തറവാട്ടിൽ എത്തിയതും അവിടെ ഒരു പട്ടി ഉണ്ടല്ലോ. അങ്ങനെ ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞ് അകത്ത് കയറി. അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട്. നല്ല തണുത്ത ജ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല എരിവും ഉണ്ടായിരുന്നു. ഇത് ഏത് ജ്യൂസ് എന്ന് കേട്ടപ്പോൾ പറഞ്ഞു കാന്താരി ജ്യൂസ് എന്ന്. ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ആടുന്ന് ഇറങ്ങി. ഇനി പോകുന്നത് എന്റെ മുത്തശ്ശിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. എന്നിട്ട് തിരിച്ചു വന്ന് നേരെ പോയത് ഐല അമ്പലത്തിലേക്കാണ്. അവിടെ ഉത്സവത്തിന്റെ തുടക്കമാണ്. അവിടുത്തെ ഡെക്കറേഷനൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോകും, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. അപ്പോൾ ഇതാണ് എന്റെ വിഷു വിശേഷം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.